ചില രക്ഷിതാക്കൾ ഒരു വലിയ നില ഇല്ലാത്ത രൂപത്തിലാണ് ഓല് നടക്കുന്നത്. ഓല് തന്നെ സിനിമ കണ്ടിങ്ങനെ ഇരിക്കുന്ന വാപ്പിയമ്മി. പിന്നെ മക്കൾ പിന്നെ സിനിമ പോലെ തലമ കയറി ഇരുന്നാണ്ട് കാണാൻ തുടങ്ങും. ഈ കുട്ടികൾ എന്തെങ്കിലും കുരുത്തുകര വെച്ചാൽ അവരോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വാപ്പക്കും മക്കും ഇല്ല. വാപ്പിയമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചു, മക്കൾ വേറെ പെണ്ണിനെ പ്രണയിച്ച് കൊണ്ടുവരുമ്പോൾ വാപ്പക്കും മക്കും പ്രണയിക്കരുതെന്ന് പറയാൻ പറ്റുമോ? കുട്ടി തിരിച്ച് ചോദിക്കില്ല, നിങ്ങളിപ്പോൾ എങ്ങനെ കെട്ടിയതെന്ന് ചോദിക്കും. പ്രണയിച്ച് വിവാഹം ചെയ്യുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. വാപ്പൻ്റെ ഉമ്മൻ്റെ ഒരു പ്രപ്പോസൽ നമുക്ക് ശരിക്കും വരണം. വന്നിട്ട് അള്ളാഹ് ഹലാലാക്കിയ രൂപത്തിലൂടെ ആയിരിക്കണം കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, നീക്കുപോക്കുകളൊക്കെ. ഇത് വാപ്പക്ക് ഇഷ്ടമില്ല, അമ്മക്ക് ഇഷ്ടമില്ല, നമ്മൾ തന്നെ സ്വന്തം പോയി കണ്ടെത്തി ഒരു പെണ്ണിനെ എവിടെ നിന്നൊക്കെയോ കണ്ടെത്തി ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ പല രൂപത്തിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ അങ്ങോട്ട് കല്യാണം നടത്തും. ആർക്കും രണ്ട് രക്ഷിതാക്കൾക്ക് ഇഷ്ടം ഉണ്ടാകില്ല. നടത്തുമ്പോൾ ഭയങ്കര ഹരം. ഞാൻ പ്രേമിച്ച പെണ്ണിനെ എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള വലിയ ഹരത്തിലാണ് ഇപ്പം, ഭയങ്കര സന്തോഷത്തിലാണ് ഇവൻ്റെ ആദ്യ രാത്രിയും. കുറച്ച് പിന്നെ കച്ചറയും കുതൂഹലമൊക്കെ ഉണ്ടാവാത്തതുകൊണ്ട് കേട്ടോ. എന്തായാലും ശരി. പക്ഷെ ഒരു കാര്യത്തിൻ്റെ മുമ്പ് അവൻ തല കുനിക്കേണ്ടി വരും. അവൻ്റെ മകള് കല്യാണം കഴിക്കുന്ന സമയത്ത് ആ മകനും മകളെയും നല്ലൊരു പുതിയാപ്പള്ളം കൊണ്ട് കെട്ടിക്കണമെന്ന് ഇവർക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പോറ്റി വളർത്തി ഇവർക്ക് നല്ലൊരു കുട്ടി ഉണ്ടായതാ. കുട്ടീനെ നല്ല സ്ഥലത്ത് വലിയ പൈസ കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെ നല്ലൊരു കല്യാണം കൊണ്ടുവരുമ്പോഴാണ് കുട്ടി പറയുന്നത്, പ്ലീസ് ഡോണ്ട് ഗീവ് മീ, നിങ്ങൾ എനിക്ക് എന്താണ്ട പുതിയാപ്പള്ളിനെ തരണ്ട, ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരു പുതിയാപ്പള്ളൻ, അത് മതി എനിക്ക് എന്ന് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന അറിയാം. പഠിച്ച നമ്മളെ ആഗ്രഹം നടന്നില്ല, വാപ്പൻ്റെ ഉമ്മൻ്റെ ആഗ്രഹം നടക്കാതെ പോകാൻ. അപ്പോൾ ഈ കുട്ടിയോട് എന്തിനങ്ങനെ കണ്ടെത്തിയും ചോദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം എന്താ, നിങ്ങളെങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്നുള്ള തിരിച്ച് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുട്ടുമടക്കല്ലാതെ രക്ഷയില്ല. ഇവർ എന്ത് കാട്ടിക്കുട്ടിയാലും സഹിക്കാം, ആര് ചാടിച്ച് കൊണ്ടുവന്നാലും ഈ വാപ്പക്കുമ്മക്കൊന്നും പറയാൻ പറ്റില്ല.